ഹലോ ഗുഡ് മോർണിംഗ്. ഇന്നുണ്ട് എല്ലാവരുടെയും വിശേഷം. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. ഞാൻ അതേ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നേ ഉള്ളൂ. നൈറ്റ് ഡ്യൂട്ടിയാണ്. 1 വീക്ക് നമുക്ക് ഈ ഒരു ഡ്യൂട്ടി ആയിരിക്കും. അപ്പോൾ നമ്മൾ വീട്ടിലാണ് കേട്ടോ നിൽക്കാറുള്ളത്. ആമിയുടെ കാര്യങ്ങളൊക്കെ നോക്കാനും അവളെ സ്കൂളിൽ വിടാനും ഒക്കെ അമ്മ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ 1 വീക്ക് ഇവിടെ വന്ന് നിൽക്കും കേട്ടോ. വണ്ടിയൊക്കെ ഒതുക്കി ഇങ്ങനെ മാറ്റി വയ്ക്കുന്നുണ്ട്. വേറെ ഒന്നിനല്ല, ചാർജ് ചെയ്യാനാണ് കേട്ടോ. ഇത് ഇലക്ട്രിക് സ്കൂട്ടറാണ്. അപ്പോൾ നമുക്ക് ഈ ആ ഒരു വോള് കണ്ട അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു പ്ലഗ് പോയിന്റ് ഉണ്ട്. അപ്പോൾ ഞാൻ അവിടേക്ക് ഇങ്ങനെ നീക്കി വയ്ക്കും. അങ്ങനെ വേഗം പോയി ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. നമുക്ക് വേറെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ട, ഇത് ഈ ഒരു സാരി വന്നിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു കോൺഫറൻസ് നടക്കുന്നുണ്ട്. അപ്പം അതിനായിട്ട് നമ്മുടെ ഡ്രസ് കോഡാണ് ഈ ഒരു സാരി കേട്ടോ. എല്ലാവരും ഈ ഒരു സാരിയാണ്. നല്ല ഭംഗിയുള്ളൊരു പീച്ച് പിങ്ക് മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. അത് ടിഷ്യൂ സിൽക്കാണ്. ഭയങ്കര നൈസ് തുണിയാണ്. നമുക്ക് തേയ്ക്കാനൊന്നും അങ്ങനെ പറ്റില്ല കേട്ടോ. തേയ്ക്കുമ്പോഴൊക്കെ ഭയങ്കര ശ്രദ്ധയോടെ തേച്ചില്ലെങ്കിൽ കരിഞ്ഞു പിടിക്കും. അതുപോലത്തെ തുണിയാണ്. പക്ഷെ കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഇങ്ങനെ ഇറുകി ചേർന്ന് കിടക്കും. അപ്പോൾ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ വെക്കാനുള്ള ലേസ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് വാങ്ങിയത്. കുറേ തപ്പി നടന്നു ഇത് എക്സാക്റ്റ് ഒരു പിങ്ക് ഷെയ്ഡ് അല്ലെങ്കിൽ പീച്ച് ഷെയ്ഡ് കിട്ടാനായിട്ട്. പക്ഷെ അങ്ങനെ കിട്ടാനില്ലായിരുന്നു കേട്ടോ. 2-3 കടകളിലൊക്കെ കയറി ഇറങ്ങി നോക്കി. കിട്ടാണ്ടായപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ഈ ഒരു ഗോൾഡൻ കളറിൽ വരുന്ന ഹാങ്ങിങ്സ് ഉള്ള ഈ ഒരു ലേസ് വാങ്ങി കേട്ടോ. ഇത് തുന്നി പിടിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കാൻ പറ്റില്ല. കൈകൊണ്ട് തന്നെ ഹാൻഡ് മെയ്ഡായിട്ട് നമ്മളിങ്ങനെ നീറ്റായിട്ട് തുന്നി വെക്കണം. പിന്നെ നല്ലോണം കിട്ടിട്ട് കൊടുത്തില്ലെങ്കിൽ അതിങ്ങനെ വിട്ട് വിട്ട് പോരും. ഞാൻ ഒരുവിധം അങ്ങനെ ബ്ലൗസൊക്കെ തയ്ക്കുമ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. പിന്നെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ കുറച്ച് കൊണ്ടുപോകണം. നമുക്ക് നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഈ ഐറ്റംസ് എല്ലാം കൊണ്ടുപോകണം കേട്ടോ. പിറ്റേ ദിവസമാണ് കോൺഫറൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോരാനുള്ള ടൈമൊന്നുമില്ല. അവിടെ നിന്ന് തന്നെ ഫ്രഷായി മേക്കപ്പൊക്കെ ചെയ്ത് സാരിയൊക്കെ എടുത്ത് നിൽക്കണം. അതുകൊണ്ട് ഞാൻ കുറച്ച് മേക്കപ്പ് ഐറ്റംസ് എനിക്കും ഫ്രണ്ട്സിനൊക്കെ ഉള്ളത് കൊണ്ടുപോകുന്നുണ്ട്. ഒരു മെബലൈൻ്റെ ലിപ്സ്റ്റിക്കും പിന്നെ നമ്മുടെ ഈ ഒരു ടിൻറ്റില്ലേ ഫേസസ് കാനഡയുടെ ടിൻറ്റ്, അത് 2 ട്യൂബ് എടുക്കുന്നുണ്ട് കേട്ടോ. ഒരെണ്ണത്തിൽ കുറച്ചേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഒരെണ്ണം കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഹിലാരി റോദയുടെ ഈ ഒരു ബ്ലഷ്, ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള ബ്ലഷാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ. കുറച്ച് യൂസ് ചെയ്താൽ മതി. നല്ല ടിൻറ്റാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഞാൻ എല്ലാത്തിനും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതിൽ ടിൻറ്റിൻ്റെ ഷെയ്ഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഐലൈനറാണ് ലാക്മിയുടെ ലിക്വിഡ് ഐലൈനർ. ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് അല്ല കേട്ടോ. വാട്ടർ പ്രൂഫാണ്, പക്ഷെ വാട്ടർ റെസിസ്റ്റൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സോപ്പൊക്കെ വെച്ച് വാഷ് ചെയ്ത് കളയാൻ പറ്റും. ചിലത് ഓയിൽ ക്ലെൻസറൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അതെനിക്ക് ടാസ്ക്കായിട്ട് തോന്നാറുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു മസ്കാരയും സെയിമാണ് മാസിൻ്റെ. നമുക്ക് വലിയ ക്ലെൻസറോ കാര്യങ്ങളൊന്നും വേണ്ട റിമൂവ് ചെയ്യാനായിട്ട്. വാട്ടറും സോപ്പൊക്കെ വെച്ച് തന്നെ നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. പക്ഷെ നല്ലോണം ലിഫ്റ്റ് ചെയ്യും ഐലാഷസ്. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. പിന്നെ ഒരു ബാംഗിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ഇതുപോലത്തെ ഒരു ഇയറിങ്സ് എടുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ അൺട്രാം റോളോണും അതുപോലെ പിഗ്മെൻറ്റേഷൻ റോളോൺ ഇതൊക്കെ യൂസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ മോയ്സ്ചറൈസർ, പോൺസിൻ്റെ മോയ്സ്ചറൈസർ. അപ്പോൾ ഇതൊക്കെ തന്നെ കേട്ടോ. ഇനി ബാക്കിയുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ ഒരു ബോക്സിലാക്കി നീറ്റാക്കി ബാഗിലെടുത്ത് വെക്കണം. പിന്നെ സാരിയിലെ ബ്ലൗസിൽ ലേസൊക്കെ പിടിപ്പിച്ച് സാരി ഒന്ന് പ്ലീറ്റ് ചെയ്ത് അയൺ ചെയ്ത് അതും കൊണ്ടുപോകണം കേട്ടോ. അങ്ങനെ അതൊക്കെ ഒരു ഭാഗത്ത് എടുത്ത് വെച്ചിട്ട് ഞാൻ നേരെ അലക്കാനായിട്ട് വന്നു കേട്ടോ. എനിക്ക് കുറേ തുണികൾ വാഷ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു, ആമയുടെയും എൻ്റെയും. അപ്പോൾ ഇതിൽ സ്ക്രബും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഞാനിങ്ങനെ വായിട്ട് അലച്ചുകൊണ്ടിരിക്കുന്നത് അമ്മോടാണ് കേട്ടോ. അമ്മോട് ഇരുന്ന് മീൻ നന്നാക്കുന്നുണ്ട്. നമുക്ക് കുഞ്ഞു ചാള കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നന്നാക്കാനായിട്ട് നല്ല പാടാണ്. എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. നമുക്ക് ഒന്നാമത് നേരില്ലാത്തതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ കുഞ്ഞു ചാളയൊക്കെ കിട്ടിക്കഴിഞ്ഞാലേ ചിലപ്പോൾ നന്നാക്കി തരില്ല. ഞാൻ മിക്കവാറും മീനൊക്കെ വാങ്ങിക്കുമ്പോൾ നന്നാക്കി വാങ്ങിക്കാറാണ് പതിവ്. അപ്പോൾ നമുക്ക് വീട്ടിൽ വന്നൊന്ന് കഴുകി ക്ലീൻ ചെയ്ത് വറുക്കുകയോ കറി വയ്ക്കുകയോ എന്ത് വേണേലും ചെയ്യാമല്ലോ. പക്ഷേ ഈ ചെറിയ ചാളയാണെന്ന് വെച്ചാൽ അവർ നന്നാക്കി ഒന്നും തരില്ല കേട്ടോ. പക്ഷെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. വറുത്താലും കറി വെച്ചാലും ഒക്കെ ഈ ചെറിയ ചാള ഭയങ്കര ടേസ്റ്റായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് അങ്ങനെ കൊതി മൂക്കുമ്പോൾ കുറച്ച് 1/2 കിലോന എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് സമയമുള്ള പോലെ ഞാൻ നന്നാക്കി കറി വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പം അമ്മ ഇപ്പോൾ നമ്മൾ 1-1.5 കിലോ വാങ്ങിയിട്ടുണ്ട് ചെറിയ ചാള. അപ്പോൾ അതിങ്ങനെ ഇരുന്ന് നന്നാക്കിക്കൊണ്ടിരിക്കാം. എനിക്കാണെങ്കിൽ ഇങ്ങനെ അലക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ ആരെങ്കിലുമൊക്കെ അടുത്തുണ്ടെങ്കിൽ വർത്താനം പറഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അതിൻ്റെ എന്താ പറയുക ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നാറില്ല കേട്ടോ. പെട്ടെന്ന് ടൈം പോണ പോലെ തോന്നും. അല്ലെങ്കിൽ ഞാൻ ലാഗായിട്ട് ഇങ്ങനെ നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും കേട്ടോ. അങ്ങനെ തുണിയൊക്കെ കഴുകി തോരാനായിട്ട് ഇട്ടു. പിന്നെ നമ്മൾ നേരെ വന്നത് ഞാൻ പറഞ്ഞില്ലേ എണ്ണ കാച്ചണം, ഹെയർ കെയർ ചെയ്യണം എന്നൊക്കെ. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ന്യൂട്ടെല്ലയുടെ ജാറൊക്കെ കഴുകി ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല ഉണക്കി നല്ല കുട്ടപ്പനാക്കി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.
ഇത് റോസ്മേരിയുടെ ഓയിലാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ലീവ്സ് എനിക്ക് എൻ്റെ ഫ്രണ്ട് തന്നതാണ് കേട്ടോ. അവൾ എണ്ണ ഉണ്ടാക്കിയിട്ട് ബാക്കി വന്നത് നീ എടുത്തോ, നീ ഉണ്ടാക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു നല്ല ഓയിൽ ഉണ്ടാക്കാമെന്ന്. അത് ഞാൻ കുറേ നാൾ ഇട്ട് വെച്ചിട്ട് എടുക്കുന്ന ഒരു ടൈപ്പില്ല, അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ കാച്ചാന്ന് കരുതി. അപ്പോൾ നല്ല ശുദ്ധമായ ആട്ടിയ വെളിച്ചെണ്ണ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ റോസ്മേരിയുടെ ലീവ്സ് കംപ്ലീറ്റ് ബാക്കി ഉണ്ടായിരുന്നു മുഴുവൻ ഞാൻ ആഡ് ചെയ്തു കേട്ടോ. പിന്നെ ഇതാ ഉലുവ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഗ്രാമ്പു ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് ഗ്രാമ്പു എടുക്കുന്നുള്ളൂ, അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് വെട്ടി തിളപ്പിക്കുന്നില്ല, ചെറുതായിട്ട് ആ ഒരു പത കണ്ടോ, റോസ്മേരി ലീവ്സിൻ്റെ ഒരു വെള്ള പത പോലെ വന്നിട്ടുണ്ട്. അത് പോകുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ എള്ളാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, കറുത്ത എള്ള്, അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് തള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിടാം. പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ ആവണക്കെണ്ണയാണ്. ആവണക്കെണ്ണ ഇത് കംപ്ലീറ്റ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മുഴുവൻ ഉണ്ടായിരുന്നു, ഈ ബോട്ടിൽ കംപ്ലീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഓരോ കാര്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്തിട്ട് ഇത്രത്തോളം ആയതാണ്. ചെറിയൊരു കുപ്പി ആയതുകൊണ്ട് തന്നെ ഞാനത് കംപ്ലീറ്റ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിക്കണം കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ലേ നമ്മുടെ ന്യൂട്ടെല്ലയുടെ ഈ ഒരു ജാറ് നമ്മൾ കഴുകി ഉണക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിൽ ആ സ്റ്റിക്കറും കാര്യങ്ങളും ഒക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ എണ്ണകൾ നമ്മൾ ഗ്ലാസ് ജാറിൽ സ്റ്റോർ ചെയ്യണം എന്നാണ് പറയുന്നത്. എനിക്കിങ്ങനെ വാവാട്ടം കൂടിയ ജാറിൽ എണ്ണ ഒഴിച്ച് വെക്കുന്നതോട് വലിയ താല്പര്യമില്ല, കാരണം എണ്ണ എടുക്കാൻ നേരത്ത് മുഴുവൻ പോയിട്ടാണ്. പക്ഷേ സ്റ്റോർ ചെയ്യണത് പ്ലാസ്റ്റിക്കിനേക്കാളും നല്ലത് ഗ്ലാസ് ആയതുകൊണ്ട് ഞാൻ അത് എടുത്തുന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല നമ്മുടെ ആവണക്കെണ്ണ, അത് കുറച്ചേശ്ശെ ആയിട്ട് ചൂട് കംപ്ലീറ്റ് പോണതിൽ മുന്നേ നമ്മൾ എണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാൽ തിളച്ച എണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണത് അത്ര നല്ലതല്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാറിയ നേരത്തെ ഞാനതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് നല്ല പോലെ തണുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്ലാസ് ജാറിലോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ചൂടോട് കൂടിയ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ട് അത് പൊട്ടിച്ച് കളയരുത്. അതുകൊണ്ട് നമ്മളിങ്ങനെ നല്ലോണം തണുത്തതിന് ശേഷം അരിച്ചെടുക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് വീഡിയോയിൽ കാണിക്കുന്നത് കൊണ്ടാണ് ഒരു സ്പൂൺ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാനത് മൊത്തത്തിൽ അങ്ങോട്ട് എടുത്ത് ഒഴിക്കും കേട്ടോ. കറക്റ്റ് ഞാൻ ഉണ്ടാക്കിയ എണ്ണയുണ്ടല്ലോ നമ്മുടെ ഈ ന്യൂട്ടെല്ലയുടെ ജാറിലേക്ക് കറക്റ്റ് അത്ര ഉണ്ടായിരുന്നു കേട്ടോ. കൃത്യമായിരുന്നു. ഞാൻ അതിശയിച്ചു പോയി, അളവെടുത്ത് ഒഴിച്ച പോലെയായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അവർ പുറത്ത് പോയി വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ചെടികളൊക്കെ. നമ്മുടെ ബൊഗൈൻവില്ല നല്ല മഞ്ഞ കളർ, നല്ല മാമ്പഴ മഞ്ഞ കളർ ബൊഗൈൻവില്ല എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു മിക്സ് ഡബിൾ ഷെയ്ഡ് വരുന്നത് ഞാൻ കുറേ സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് കേട്ടോ, ഈ ഒരു ഡബിൾ ഷെയ്ഡ് വരുന്നത് അത് വാങ്ങി. പിന്നെ ഈ ഒരു പിങ്ക്, ഇത് നമ്മളോട് ഇല്ലാത്തൊരു ടൈപ്പാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് 3 വാങ്ങിയിട്ടുണ്ടായി. പിന്നെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഞാൻ ഉച്ചയ്ക്കത്തെ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബ്ലൗസ് തുന്നാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ബ്ലൗസിൻ്റെ സ്ലീവിൽ ഞാൻ പറഞ്ഞില്ല ആ ലേസ് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആമിക്കുട്ടിയൊക്കെ എത്തിയിട്ടുണ്ടായി സ്കൂൾ വിട്ടിട്ട്. അവൾ 3 മണിയാകുമ്പോൾ എത്തും കേട്ടോ. ഈ ലേസ് ഇങ്ങനെ തുന്നി പിടിപ്പിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം കേട്ടോ. സാധാ ലേസ് ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നേരെ വെച്ച് തുന്നണതൊക്കെ ആണെങ്കിൽ പ്രശ്നമില്ല. ഇതാണെങ്കിൽ നല്ല ശ്രദ്ധ വേണം, കാരണം സൈഡ് മാറിപ്പോയാൽ പ്രശ്നമാണ്. അതുപോലെ നൂല് കെട്ടുകൂടിയാൽ ആകെ കൊളാവും കേട്ടോ. ഇതിന് 2 സൈഡിലോട്ടും നെറ്റ് വരുന്നതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് ഒരു സൈഡിലോട്ട് വെച്ച് മറച്ച് വെച്ചിട്ടൊക്കെ വേണം തുന്നി പിടിപ്പിക്കാനായിട്ട്. ഇതിനിടയ്ക്ക് ഞങ്ങളൊരു മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഇന്നസെൻറ്റ് മൂവിയിൽ. അത് വെച്ചിട്ടുണ്ട്, ആമിക്കുട്ടി ബിസ്ക്കറ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, ഈ ബ്ലൗസിലൊക്കെ ഹാൻഡ് വർക്കൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ, കുറേ നേരം ഇരിക്കേണ്ടതല്ല, ഇങ്ങനെ നല്ല ക്ഷമ വേണം. ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇരുന്നതാണ് കേട്ടോ. തീർന്നപ്പോൾ ചായ കുടിക്കേണ്ട നേരമായിട്ടുണ്ടായിരുന്നു. അതുപോലെ 2 സൈഡും നല്ല നീറ്റായിട്ട് തന്നെ തുന്നിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിന്ന് എവിടെ നിന്നെങ്കിലും പൊട്ടിക്കഴിഞ്ഞാൽ, ഒരു സൈഡ് അങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ പിടിച്ച പിടിയാണ് കംപ്ലീറ്റ് ഊരിപ്പോരും. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തൊരു വർക്കിനൊരു കാര്യമില്ലാണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ 2 സൈഡും നല്ല വൃത്തിക്ക് തുന്നിയെടുത്തു. പിന്നെ സാരിയൊക്കെ ഇതേ പ്രീപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മുന്താണി മാത്രമാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അമ്മയും തക്കോടൊക്കെ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്രണ്ട് പ്ലീറ്റ് എടുത്തിട്ടില്ല, അത് ഞാൻ എടുക്കണ്ടെന്നാണ് വിചാരിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഉടുക്കാം, ആ ഒരു ഇതിൽ തന്നെ ഉടുത്തു പോകാമെന്നാണ് വിചാരിക്കണം കേട്ടോ. കാരണം ഇതിന് പ്രീപ്ലീറ്റ് ചെയ്ത് മടക്കി കൊണ്ടുപോകാൻ കുറച്ച് ടാസ്ക്കാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞാൻ സാരിയും നമ്മുടെ മേക്കപ്പ് ഐറ്റംസും എല്ലാം എൻ്റെ ബാഗിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അത് എടുത്തുകൊണ്ട് പോയാൽ മാത്രം മതി. അച്ഛനും അമ്മിക്കുട്ടിയും ദേ ഇവിടെ നമ്മൾ അന്ന് വാങ്ങിയ ജമന്തികളില്ലേ, അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ 2 ബക്കറ്റും
പെയിന്റിന്റെ ബക്കറ്റാണ് കേട്ടോ. അച്ഛൻ പെയിന്റ് അടിച്ചെടുത്തിട്ടുള്ളതാണ്. നമുക്കിവിടെ ചെറിയ പെയിന്റ് അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പെയിന്റ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെയിന്റ് ബക്കറ്റിന്റെ പെയിന്റിൽ തന്നെ കുളിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ നമ്മുടെ അവിടെ ഇതുപോലെ ഒരു ബക്കറ്റ്, അതും പെയിന്റ് ബക്കറ്റ് ഞാൻ വൈറ്റ് പെയിന്റ് അടിച്ചിട്ട് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യണത് ഇതാ ജമന്തിയാണ് കേട്ടോ, വയലറ്റ് കളർ ജമന്തി. ഇത് ഉണ്ടായി വരുമ്പോൾ ഇപ്പോൾ ഉള്ള പൂക്കളൊക്കെ വയലറ്റ് ആണ് കേട്ടോ. വേറെ മുട്ടിട്ട് വരുമ്പോൾ ഉള്ളിൽ നിന്നൊരു വൈറ്റ് കളർ വരുന്നുണ്ട്. അപ്പോൾ ഇത് പെയിന്റ് അടിച്ചതാണോ എന്ന് അമ്മ ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ അതേ നമ്മൾ അന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഈ ഒരു റെഡ് കളറ് മെറൂൺ കളറ് ജമന്തി കേട്ടോ, അതിലും 4 തൈ വരുന്നുണ്ട്. അപ്പം അന്ന് ഞങ്ങൾ വാങ്ങുമ്പോൾ ആ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 4 തൈ ഉണ്ട്, 4 ചെടിച്ചട്ടിയിലായിട്ട് നമുക്ക് മാറ്റി വെക്കാമെന്നാണ്. പിന്നെ ഈ പഴം, ഉരുളൻകിഴങ്ങ് അതിലൊക്കെ കുത്തി വെച്ചാൽ കമ്പ് വെട്ടിയിട്ട് അതിലൊക്കെ കുത്തി വെച്ച് നന്നായിട്ട് ഉണ്ടാകും, പൊടിച്ച് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറിയില്ല, ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ആദ്യം ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ട് ഇതിൽ ഇരിക്കുന്നുണ്ടോ പിടിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കട്ടെ കേട്ടോ. അപ്പം എല്ലാം അച്ഛൻ ഓരോ ചെടിച്ചട്ടിയിലോട്ടായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ സിമെൻറ്റ് ചട്ടികൾ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ നോക്കി നിന്നിട്ട് നേരം പോയി അറിഞ്ഞില്ലായിരുന്നു. നമുക്ക് പോകേണ്ട സമയമായിട്ടുണ്ട്. വേഗം പോയി കുളിച്ച് ഫ്രഷായി വന്നു, സ്ക്രബൊക്കെ ചേഞ്ച് ചെയ്തു. കുറേ സംഭവങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ടല്ലോ, അതൊക്കെ എടുത്ത് വെച്ചു. ഞാൻ നൈറ്റ് പോകാമെന്ന് പറഞ്ഞാൽ അമ്മിക്കുട്ടിക്ക് വലിയ താല്പര്യമുള്ള കാര്യമില്ല, എന്നാലും എനിക്ക് ഹഗ്ഗൊക്കെ തന്ന് ആൾ തന്നെ യാത്രയാക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് നെക്സ്റ്റ് ടൈം കാണാം. ബൈ.